ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശബരിമലയിലെ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടത് സർക്കാരിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയവ്യാപക പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. പ്രയാഗ്രാജിലെ കുംഭമേളയ്ക്കിടെ ചേർന്ന സമ്മേളനത്തിൽ അയോധ്യ പ്രക്ഷോഭത്തിന്റെ തരത്തിലേക്ക് ശബരിമല സമരവും വളർന്നുവെന്ന് ചൂണ്ടിക്കാട്ടി VHP പ്രമേയം പാസാക്കിയിരുന്നു. ഹൈന്ദവ വിശ്വാസത്തിലും ആചാരങ്ങളിലും ഇടപെടുന്നത് കോടതിയും സർക്കാരും ഒഴിവാക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. SNDP, NSS, KPMS, ആചാര്യ സമാജം തുടങ്ങിയവർ നടത്തുന്ന പോരാട്ടത്തെ അഭിനന്ദിച്ച പ്രമേയം ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിനെതിരെ പൂർണ്ണ ശക്തിയോടെ പൊരുതാൻ ഹൈന്ദവ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുകയായിരുന്നു. 1950 ശബരിമല ക്ഷേത്രം തീയിട്ട് നശിപ്പിച്ചുവെന്നും 1982 നിലയ്ക്കലിൽ കുരിശു നാട്ടി മുസ്ലിം സ്ത്രീകളെ ഉൾപ്പെടുത്തി ശബരിമലയ്ക്കെതിരെ വനിതാ മതിൽ നിർമ്മിച്ചു. ഇപ്പോൾ കോടതി വിധിയെ മറയാക്കി അയ്യപ്പ വിശ്വാസികൾക്കെതിരെ ഇടത് സർക്കാർ അധിക്ഷേപം തുടങ്ങി. നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ആയിരക്കണക്കിന് വിശ്വാസികൾ അറസ്റ്റിലായി. വ്യാജ കേസുകൾ ചുമത്തി വിശ്വാസികളെ വേട്ടയാടുന്നു. ആചാരം സംരക്ഷിക്കാൻ ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികളാണ് തെരുവിലുള്ളത്. അർദ്ധരാത്രിയിൽ അവിശ്വാസികളെ ശബരിമലയിലെത്തിച്ച് അവരെ സർക്കാർ അപമാനിക്കുകയായിരുന്നു. ഇതെല്ലാം ഗൂഢാലോചനയുടെ ആഴം വ്യക്തമാക്കുന്നതാണെന്നും പ്രമേയം കുറ്റപ്പെടുത്തുന്നുണ്ട്. ശബരിമലയിൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും പ്രവേശനം അനുവദിച്ച ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കണം എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം ഇതുവരെയും മാറിയിട്ടില്ല. ഇന്നലെയാണ് കേസ് പരിഗണിക്കാൻ തീരുമാനിച്ചതെങ്കിലും 5-അംഗ ഭരണഘടനാ ബെഞ്ചിൽ വനിതാ ജഡ്ജി ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധിയിൽ പ്രവേശിച്ചതോടെയാണ് കേസ് നീണ്ടുപോയത്. ഇന്നലെ പുനഃപരിശോധനാ ഹർജികൾ സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസ് മുമ്പാകെ ഹർജിക്കാരിൽ ഒരാളുടെ അഭിഭാഷകൻ മാത്യു നെടുമ്പാറ സൂചിപ്പിച്ചെങ്കിലും തീയതി തീരുമാനിക്കാറായിട്ടില്ല എന്നായിരുന്നു മറുപടി നൽകിയത്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര അവധി കഴിഞ്ഞു വന്ന ശേഷം മാത്രമേ തീയതി നിശ്ചയിക്കാനാകൂവെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അറിയിച്ചു. ഇന്ദു മൽഹോത്ര ഈ മാസം ജനുവരി 30 വരെ അവധിയിലാണ്. കേസ് അടുത്ത മാസം 8-ന് പരിഗണിക്കാൻ നിശ്ചയിച്ചതായും സുപ്രീം കോടതി വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീയതി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും 8-ന് പരിഗണിക്കുന്ന കാര്യത്തിലും സുപ്രീം കോടതിയിൽ നിന്ന് യാതൊരു ഉറപ്പും ഉണ്ടായില്ല എന്നതാണ്. 50ഓളം പുനഃപരിശോധനാ ഹർജികളും 4 റിട്ട് ഹർജികളുമാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇപ്പോൾ ഉള്ളത്. അതിൽ ഏതൊക്കെയാകും 8-ന് പരിഗണിക്കുക എന്ന കാര്യത്തിലും ഇതുവരെയും വ്യക്തത ഉണ്ടായിട്ടില്ല. ഹൈക്കോടതിയിലുള്ള ശബരിമല സംബന്ധിച്ച എല്ലാ ഹർജികളും സുപ്രീം കോടതിയിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയും ദേവസ്വം ബോർഡിന്റെ സാവകാശ ഹർജിയും അടക്കം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഇതിൽ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കാനാണ് 5-അംഗ ഭരണഘടനാ ബെഞ്ച് ചേരേണ്ടത്. മറ്റ് ഹർജികൾ 3-അംഗ ബെഞ്ചിന് പരിഗണിക്കാം. ഈ ഒരു സാഹചര്യത്തിലാണ് ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് VHP കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസികളുടെയും ആചാരങ്ങളുടെയും ഇടയിൽ കോടതിയും സർക്കാരും ഇടപെടേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.